shark. This shark അടിയില്. Oh my god. ഒരു സീ ഹോസ് ആയാൽ മതിയായിരുന്നു. എന്നിട്ട് ഞാനായിരിക്കണം ഭാര്യ. അയ്യോ ഇതാണ് വേദു സ്റ്റെപ്പ്. ആ കാണിച്ചു കൊടുക്ക്. ഇതെന്താ ഇതെന്താ ഒന്നും കൂടെ ദേഷ്യപ്പെട്. ചിരിക്കരുത്. ഓ ചിരിക്കരുത്. ഇപ്പൊ അതാണ് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. കണ്ട ഇഫ സ്പെഷ്യൽ സൈഡിൽ നോക്കാരാന്ന്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നൊരു അടിപൊളി ദിവസമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പോകുന്നത് ഞങ്ങൾ ബാങ്കോക്കിൽ വ്ളോഗ് ചെയ്തിട്ടില്ല, പക്ഷെ ഭയങ്കര അടിപൊളി സ്ഥലമാണിത്. സീ ലൈഫ് അക്വേറിയം, മാഡം ട്യൂസാഡ്സ് മ്യൂസിയം. ഇത് രണ്ടും നമ്മൾ സുധീരേട്ടനും ഫാമിലി ആയിട്ട് പോകുന്നതാണ്. അടിപൊളി സംഭവമാണ്. നമ്മുടെ സിയാം പാരഗൺ മോളിലേക്കാണ് പോകുന്നത്. സോ ഇതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മസ്റ്റ് ഡു ആക്ടിവിറ്റി ഇൻ ബാങ്കോക്ക് ആണ്, എസ്പെഷ്യലി കിഡ്സ് ഉണ്ടെങ്കിൽ. ഞങ്ങൾ നടന്നു വന്നോളാം. ബ്രേക്ക് കാല് വേന, അതുകൊണ്ട് ബൈക്ക് ടാക്സി വിട്ടു. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. ടാക്സി ആണെങ്കിൽ 40 മിനിറ്റ് എടുക്കും. ബൈക്ക് ടാക്സി പെട്ടെന്ന് എത്തും. നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. സിയാം പാരഗൺ ഇവിടുത്തെ ഫുഡ് കോർട്ടൊക്കെ എന്തായാലും കാണിക്കുന്നതായിരിക്കും. അതിന് മുമ്പ് നോക്കിക്ക്, ഭയങ്കര ചൂട്, മഴ, എന്ത് ഔട്ട്ഡോർ ആണെങ്കിലും നമുക്ക് ഇൻഡോറിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഞാൻ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ ഇപ്പൊ പറയാവേ. കോംബോ ടിക്കറ്റ് എടുക്കുന്നതാണ് നല്ലത്. ഇതും മാഡം ട്യൂസാഡ്സുമായിട്ട്. ബ്യൂട്ടിഫുൾ ഇൻസൈഡ് എ മോൾ, ദുബായ് മോളൊക്കെ പോലെ തന്നെ. ഓ ഇത് മാഡം ട്യൂസാഡ്സ് ഒരു സാമ്പിൾ ആണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. എവിടെ എടുക്കണ്ടേ ടോം ക്രൂസിന്റെ ഇവിടെ ഫോട്ടോ? എന്നിട്ട് ശരിക്കുള്ള ടോം ക്രൂസ് എന്ന് പറഞ്ഞാൽ മതി. ഒറിജിനൽ അല്ല, കണ്ടതുപോലെ ഇല്ലേ? പ്രിയ, ലോബ്സ്റ്ററിനെ ഒരുക്കി നിർത്തിയിരിക്കുകയാണോ? മറ്റേ മേക്കപ്പ് ഇട്ട് നിൽക്കുന്ന ലോബ്സ്റ്റർ. മേക്കപ്പ് ഇടാത്ത ലോബ്സ്റ്റർ. ചിലപ്പോ മറ്റേ വാട്ടർ പ്രൂഫ് മേക്കപ്പ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അതാ പറഞ്ഞേ. അത് തന്നെ, അത് മേക്കപ്പാ. കണ്ട അത് എൻട്രൻസിൽ തന്നെ മറ്റേ ഒരുക്കി നിർത്തണ്ട, നല്ല അകത്തേക്ക് ആൾക്കാർ പോവുള്ളൂ. മേക്കപ്പ് ഉള്ളതും മേക്കപ്പ് ഇല്ലാത്തതും ഉണ്ട് ലോബ്സ്റ്റർ. ഇപ്പൊ കടിക്കും കേട്ടോ. Oh my god. ഷാർക്ക് അടിയില്. Oh my god. സച്ചു വായ കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിങ്ങനെ നിക്കുമ്പോ പൊട്ടി എല്ലാരും കൂടെ അടിയിലേക്ക് പോയാ ആദ്യം തിന്നുന്നിടത്തേ വരുള്ളൂ. ഏറ്റവും കൂടുതൽ ഇറച്ചിയുള്ളത് ചാകരാന്ന്. ഷാർക്ക് വരൂ. അടിപൊളിയായിട്ടുള്ള ഇത്. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു നമ്മൾ വന്നപ്പോ. നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അന്ന് വ്ളോഗ് ചെയ്തിട്ടുള്ള ഇത് ഓർമ്മയില്ല. വലിയ ഷാർക്ക് അത്. ചാടി നീന്താൻ തോന്നണ്ട, സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ തോന്നണ്ട. എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. ഷാർക്ക്. ഓ ഇത് അടിപൊളിയാട്ടോ. ശരിക്കും നമ്മള് വെള്ളത്തിന് മേളിൽ നടക്കുന്ന ഒരു ഫീലാണ്. അമ്പോ. ഓ മീനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതല്ല ഇവിടുത്തെ മെയിൻ ഫിഷ്. അതുമല്ല, അതുമല്ല, ഇതൊന്നുമല്ല. ഞാൻ പറയാം. അതുമല്ല, അത് തന്നെ. ക്യാമഫ്ലോജ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഇത്രയും വലുതിനെ കാണുന്നേ ലൈവായിട്ട്. ഇതിങ്ങനെ മുഖത്തൊക്കെ വന്നിങ്ങനെ പിടിച്ച് ഒട്ടി അതിന്റെ സ്ലൈമൊക്കെ ഒഴുകി കൂടെ വാ. ക്രോൾ ചെയ്ത് വാ. പോയിക്കോ. അപ്പോ പോന്നു. അപ്പുറത്തോടെ വാ. ഫൈൻഡിങ് നീമോ ക്ലൗൺ ഫിഷ്. കൊള്ളാല്ലേ? ഞാൻ ഫൈൻഡിങ് നീമോ കണ്ട് കരഞ്ഞുണ്ട്, അറിയോ? എവിടെ ഫിഷ്? എവിടെ? പാമ്പല്ല, ഇത് ഈല. ഇത് സ്പോട്ടഡ് ഗാർഡൻ ഈൽ.
നമ്മുടെ ഗാർഡനിലൊക്കെ കാണും ചിലപ്പോ. ഇതേ പ്രിയ സീ ഹോസ്. ഈ സീ ഹോസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഹോസിന്റെ തലയാ? അല്ല, ആണുങ്ങൾ പ്രഗ്നന്റ് ആവും. ആകെ കൂടെ ലോകത്ത് സ്പീഷീസ് ഞാൻ കേട്ടിരിക്കുന്നത് ആണുങ്ങൾ പ്രഗ്നന്റ് ആവുന്നത് സീ ഹോസ്. ഒരു സീ ഹോസ് ആയാൽ മതിയായിരുന്നു. എന്നിട്ട് ഞാനായിരിക്കണം ഭാര്യ. അയ്യോ, പ്രസവിക്കും ചെയ്യണം, ഭാര്യയെ അയക്കണം. എനിക്ക് അങ്ങ് ഫിഷിനെ ഇത് കണ്ടാ? ആ ചെടി പോലെ പിടിച്ചോടാ, പിടിച്ചോടാ വേദന, പിടിച്ചോടാ ചെടി ഫിഷ്. ഓ അറിയോ, ഹിസ്സിംഗ് കോക്രോച്ച്. മറ്റേ നമ്മളെ ഇത് വിളിക്കും പ്രിയ പ്രിയ അങ്ങനെ വിളിക്കുന്ന കോക്രോച്ച് ആണിത്. പേര് വിളിക്കുന്ന കോക്രോച്ച്. ഇത് വായിലിട്ടേക്ക് നല്ല ജ്യൂസി ആയിരിക്കും. കണ്ടാലേ അറിയാം സൈസ്. നോക്ക് ആ ഫിഷ് ക്രോക്കഡൈലിനൊക്കെ കഴിച്ചിട്ട് ബോൺസ് മാത്രമേ ഉള്ളൂ ബാക്കി. കണ്ടാ, ഡേഞ്ചറസ് ഫിഷ് അത്. കണ്ടാ ക്രോക്കഡൈൽ, ഇത് ബോൺസ്. നോക്ക് പ്രിയ, ഇങ്ങോട്ട് വന്നേ. ഇത് കണ്ടാ ബിഗ് ലിസേർഡിനെ? ലിസേർഡാ, ജയന്റ് ലിസേർഡ്. ഓ ഞാൻ കണ്ടു. എന്തായിരുന്നു? എവിടെ? അതെ, പച്ച കളർ. ആ പ്രിയ കണ്ടു. പ്രിയയുടെ മേത്തിന്റെ മൊത്തം സ്നേക്ക് ആയിരിക്കും. ഫേക്കിന്റെ ഓർമ്മയൊക്കെ ആയിരിക്കും. എന്തിനാ എന്റെ മുമ്പിൽ വരുന്നേ? ഞാൻ ഇങ്ങനൊക്കെ നോക്കിയപ്പോ ഇരിക്കുന്നു മുമ്പില്. ഇത് കണ്ട അതേ സ്നേക്കിന്, ഈ ഗ്രീൻ കളർ. ആ ഇപ്പൊ എവിടെ നോക്കിയാലും പാമ്പ് ഇല്ല. ബാ, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ. ഇന്ന് ശില്പ ബാങ്കോക്ക് ഫാഷൻ ആണല്ലോ. ഞാൻ കണ്ടു. വേദു വേണ്ട വേണ്ട. പ്രിയ ഓട്ടർ, സീല്, ഓട്ടർ ഓട്ടർ. അത് ഓട്ടറാ. അത് വെള്ളത്തിൽ, അത് ഓട്ടറാ. അവിടെ ഇരിക്കുന്നുണ്ട്. മുഖം അപ്പുറത്തേക്ക് തിരിച്ചു വെച്ചിരിക്കുക. ഇവിടെ എന്താ നോക്ക്, ഇങ്ങനെ ഡാർക്ക് ആയിട്ട് ഇട്ടിരിക്കുന്ന എന്തെങ്കിലും. ആ അതെ, പൈത്തൺ. പ്രിയത ആ വഴി പോകുന്നു. ഓ, ഇങ്ങനെയാണ് പാമ്പ് നമ്മളെ കാണുന്നത്. അതാണ് കണ്ട സീ വാട്ട് സ്നേക്ക് സീസ്. കണ്ട പാമ്പിനെ ദേ അറ്റത്ത്. സൈസല്ലേ മീനുകൾക്കൊക്കെ? ആ, ഒരു മീനിനെ പിടിച്ച ഒരു മാസം കാണും. ഇങ്ങനത്തെയൊക്കെ തന്നെ. അപ്പൊ ഷാർക്കൊക്കെ എന്തായിരിക്കും? എന്റെ ഇടയ്ക്ക് പ്രിയ എന്തായിരുന്നു, ഷാർക്കിനെ പിടിച്ചിട്ടേ മീൻ പൊള്ളിച്ചത് ചെയ്താലേ എന്തോരം ഫ്ലഷ് കിട്ടും. ഒരു സദ്യയുടെ ടേബിളില്ലേ, അല്ലെങ്കിൽ നീട്ടി വെക്കാം. എല്ലാവർക്കും മീൻ പൊള്ളിച്ചത്. ഫ്രണ്ട്സ് പെൻഗ്വിൻ. എവിടെ? നേരെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പെൻഗ്വിൻസ്. അത് തന്നെ ഞാനും പറയുന്നത്. സുധീരേട്ട പറയട്ടാ, പ്രിയ നടക്കുന്ന പോലെയാണ് പെൻഗ്വിൻ നടക്കുന്നത്. ചൊറിഞ്ഞു കൊടുക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രിയക്ക് അങ്ങനത്തെ ഒരാളെയാണ് വേണ്ടത്. ആ, പുറം ചൊറിയ, തല ചൊറിയ, ചെവി ചൊറിയ, തല ചൊറിയ. കൊള്ളാല്ലേ? ഷാർക്ക്. നമുക്ക് എന്തായാലും ഷാർക്കിന്റെ ടണലുണ്ട്, അവിടെ പോയി കാണാം. പക്ഷെ ഈ ഷാർക്സ് ഒന്നും മറ്റേ ഫിഷുകളൊന്നും കഴിക്കുന്നില്ലല്ലോ. നോക്ക് നോക്ക് ഫേസ്. ആ, അപ്പൊ അതിനെ ഒന്നും കഴിക്കില്ലേ? വിശപ്പ് കാണില്ല. നോക്ക്, ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ സുധീരേട്ടാ? ഇതെല്ലാം ഒരു മോളിന്റെ അകത്താണ്. അതാലോചിക്കണം. ആ, എന്തായിരിക്കും ഷാർക്ക് ഇത്? അല്ല, 1, 2, 10 അല്ല കേട്ടോ, കൊറേ ഉണ്ട് ഇതിന്റെ അകത്ത്. ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും സച്ചു ഫുൾ ടൈം ഏതുന്നെ നോക്കും കേട്ടാ. എന്തെങ്കിലും അവൻ ചേഞ്ചസ് ചെയ്താൽ സച്ചുവിന് ഭയങ്കര ടെൻഷനാണ്. വേദുവിനെയാണ് ഇവിടെ എല്ലാരും തപ്പുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു ഷാർക്കിന്റെ വായയിലോ കോക്രൈലിന്റെ തലയുടെ മുകളിലോ എവിടെയെങ്കിലും ആയിരിക്കും വേദു പോയി നിൽക്കുന്നത്.
ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഒരു എല്ലാ എക്വേറിയത്തിലും കാണും ഷാർക്ക് ടണൽ. ഓ അതാ കൈ വെച്ചു കൊടുക്കാം അതിന്റെ അകത്തേക്ക്. ഇങ്ങനെ വെക്കാൻ ധൈര്യത്തില് ചിരിക്കുന്ന പോലെ ഇല്ലേ? പ്രിയ ചിരിക്കുന്ന പോലെ. അത് ചിരിച്ച നോക്കട്ടെ. കണ്ടാ ഇവിടെ ഇതുപോലത്തെ നേരത്തെ ബുക്ക് ചെയ്താൽ ഉണ്ടല്ലോ ഗ്ലാസ് ബോട്ടം ബോട്ട് ഉണ്ട്. നമുക്ക് വെറുതെ ബോട്ടിൽ കയറി കാട്ടി തല്ല. അത് കാര്യമില്ല, അവരുടെ എക്സ്ട്രാ പൈസയാണ്. ഇത് ടണൽ തന്നെ ചെയ്യുന്ന ഏറ്റവും നല്ലത്. നിങ്ങളുടെ മേളിൽ നോക്ക്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് ഇത് വന്നു ഷാർക്ക് മേളിൽ കൂടെ. ഇവിടെയാണ് വലിയ ഷാർക്ക് പ്രിയ. അയ്യോ ഇതൊക്കെ ഒന്ന് ആലോചിച്ച്. ഈ ഷാർക്കൊക്കെ ഈ സൈസ് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കാണാൻ പറ്റും. നോക്ക് പ്രിയ, ഇത് നോക്ക്. ഇവിടെ വന്നേ പ്രിയ. അയ്യോ ഷാർക്ക് ഷാർക്ക് മേളിലതേ. ഓ എന്ത് ക്ലിയർ ആയി കാണാൻ നോക്കിക്കേ. വെള്ളത്തിൽ നിൽക്കുമ്പോ ഇങ്ങനെ ഷാർക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ശരിക്കും കടലിന്റെ അടിയിലാവുമ്പോ സ്കൂബ ഡൈവിംഗ് ടുഗദർ ഇങ്ങനെ വരും. നമ്മൾ വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോ ആ ഷാർക്ക് വരുന്ന പോലെ പ്രിയയുടെ അടുത്തേക്ക്. അപ്പൊ തന്നെ ഞാൻ പിന്നെ ഇത് നോക്കി ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന നോക്കാം അവര്. ഇത് നോക്കി ശരിക്കും സിനിമയിൽ വരുന്ന പോലെ ഇല്ലേ? ഇത് നോക്ക് ഹാമർ ഷാർക്കോ അല്ല എന്താ സോ ഹെഡ് ഷാർക്കോ അങ്ങനെ എന്തോ പേരാ. ദേ വരുന്നു വേറെ. നോക്ക് ഇത് നോക്ക്. ഓ കണ്ണു നോക്കുന്നുണ്ട്. നിങ്ങൾ ഓൺലൈൻ നോക്കിയുണ്ടല്ലോ ഇവിടെ ഷാർക്ക് ഫീഡിങ് ടൈം കാണാം. നല്ല രസമാണ്. ഇവിടെ വന്ന് ഇരുന്ന് കാണാം ഷാർക്കിനെ ഫീഡ് ചെയ്യുന്നത്. ഡൈവേഴ്സ് വെള്ളത്തിനടിയിൽ ഇറങ്ങി. അത് മിസ്സായി. അകത്ത് വെച്ചിരിക്കുന്ന മ്യൂസിക്കും സീ ലൈഫില്ല. ശരിക്കും അണ്ടർ വാട്ടറിലൊക്കെ പോകുമ്പോ എന്തായിരിക്കും മ്യൂസിക്? ആ ഒരു ഇമാജിനേഷനിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളി സ്ഥലം അല്ലേ? മസ്റ്റ് വിസിറ്റാ ബാങ്കോക്കില്. ഇവിടെ അവരൊരു ഐസിന്റെ ഏരിയ പോലെയല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നപ്പോ തണുപ്പും കൂടുതലല്ലേ അല്ലേ? ആ അതാ ഇവിടുത്തെ സെറ്റിംഗ് അനുസരിച്ച് വെതറും മാറും. ഈ അക്വേറിയത്തിന്റെ അടിയിൽ നല്ല ഇത് നോക്ക്. ഇവിടെ എന്തോ ഗെയിമാ. ഇവിടെയാണ് ഏറ്റവും പണി നമുക്ക് കിട്ടുന്നത്. ആ ഇവിടെ അകത്ത് വന്നിട്ട് എന്തെങ്കിലും വാങ്ങാം. ലാസ്റ്റ് അവർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വെക്കും പൈസ കളയാനായിട്ട്. ബാ ഇവിടെ ഒന്നും കൊള്ളില്ല. നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും പോവാം. ഒന്നും പറയില്ലല്ലോ. സുധീരായിട്ട് ഇഷ്ടപ്പെട്ടാ? കാരണം ഇവർക്ക് എറണാകുളത്ത് അക്വേഷക്ക് പോകണമെന്ന് പറഞ്ഞു. കാണാൻ പറ്റിയില്ല, 2 മാസം ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഇവർക്ക് ബാങ്കോക്കിൽ കൊണ്ടുവന്നു. ഈ മോൾ ഉണ്ടല്ലോ 3 മോൾസ് ആയിട്ട് കണക്റ്റഡാ. ഇനി നമ്മള് ഈ മോളിന് ഏറ്റവും അറ്റം വരെ നടക്കണം. 1.5 കിലോമീറ്റർ ഉണ്ട്. പറന്ന് നടക്കണം, കാരണം അപ്പുറത്തെ എൻട്രി ഉണ്ട്. ഇപ്പോഴേ പറയുക എനിക്ക് എന്തെങ്കിലുമൊക്കെ എവിടുന്നൊക്കെയോ കഴിക്കാൻ തോന്നുന്നു. ഒന്നും സമയമില്ല. ഫ്രീ ആണ്. എല്ലാ ദിവസവും ലേറ്റ് ഇറങ്ങി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ വന്ന് പയ്യെ കോഫിയൊക്കെ കുടിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയാൽ മതിയായിരുന്നു. ഒരുപാട് ജാപ്പനീസ് റിനൗൺ ചെയിൻസ് ഉണ്ട്. ഇതെന്റെ ഫേവറേറ്റ് ഐസ്ക്രീം പാർലറാ സ്വെൻസൺസ്. പോണ്ടേ രാത്രി ഐസ്ക്രീം കഴിക്കണം ഇന്ന്? നമുക്ക് രാത്രി പോയാൽ മതി. അല്ലെങ്കിൽ രാത്രിയല്ലേ നമ്മള് റൂമിൽ എത്തുന്നത് 2 മണിക്ക്. എന്നിട്ട് രാത്രി പോയാൽ മതി. ഇത് സ്വെൻസൺ പോണം. അത് 8 മണിയാകുമ്പോ കഴിക്കാൻ തുടങ്ങിയാലേ 11 മണി വരെ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം അടയ്ക്കും കേട്ടല്ലോ. കൊള്ളാം. അത് പാലും സാധാരണ ചിപ്സ് മറ്റേ പൊട്ടേറ്റോ വെച്ചല്ലേ, ഇത് പാലും കോണുവാ. ഞാൻ എന്റെ റൂമിലൊരു 10 ഉണ്ട്. നിങ്ങൾ കഴിച്ചോ? നല്ലതല്ലേ? ഒരിക്കലും കാണാത്ത സംഭവം നാട്ടില്. ഞാൻ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാ. എന്തൊരു സെറ്റപ്പ് അല്ലേ ഇത്. സിയാം പാരഗൺ മോള്. സിയാം പാരഗൺ മോളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് സിയാം സെന്റർ. അതും ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സിയാം ഡിസ്കവറി. അങ്ങനെ 3 മോൾസൊക്കെ മോളുണ്ട്. ഇത് നടുക്കത്തെ മോള്. ഇതും കഴിഞ്ഞാൽ ഇനിയും പോണം. സിയാം പാരഗൺ ലക്ഷറി ആണെങ്കിൽ സിയാം ഇവിടെ ഈ സെന്റർ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ കുറച്ചും കൂടെ സാധനങ്ങളാണ്. വാൻസ്. എനിക്ക് റെഡ് വേണം. നല്ല ഭംഗിയില്ലേ? ചങ്കി ഷൂസ് ആണ്. പക്ഷെ ബ്ലാക്ക് ആണ് അതിന്റെ ഇത്. അല്ല, പക്ഷെ റെഡ് നല്ല കളറാ. ഭയങ്കര ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ട്. നല്ല ചാടി ഇരിക്കുന്നുണ്ട്. ആ ചങ്കി ലുക്ക് അല്ലേ? വാങ്ങ്.
പ്രിയയുടെ മറ്റേ പ്രിയയുടെ ബാങ്കോക്ക് ഫാഷന്റെ ലഗേജ് ചുമക്കുന്നു, കാർട്ടൺ ബോക്സ് ചുമക്കുന്നു. ഇതെല്ലാം ഞാൻ ചുമക്കുന്നതിന് എനിക്ക് നല്ല ഷൂസ് വേണം. അപ്പൊ അതിനാണ് വാങ്ങിത്തരാൻ പറ. അതിനാണ് അപ്പൊ ചുമക്കുന്നത് അല്ലേ? അപ്പൊ ഇതല്ലാതെ കൊറേ കാറുണ്ട്, എല്ലാ സ്ഥലത്തും കയറണം, സമയവും ഇല്ലാന്നേ ഉള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ രാവിലെ എഴുന്നേക്കാൻ പറയുന്നതിന്റെ. 2 മണിക്ക് കിടന്നിട്ട് 5 മണിക്ക് എഴുന്നേക്കണം. 4 മണിക്ക് കിടന്നിട്ട് 5 മണിക്ക് അല്ല, അപ്പൊ 8 മണിക്ക് എഴുന്നേറ്റാ മതി. എന്താ 4 മണിക്കൂർ ബാങ്കോക്ക് ഒന്നും ഉറങ്ങാൻ പാടുള്ളൂ. ഇവിടെ ഫുൾ മാഡം ടുസാർട്സിന്റെ പ്രൊമോഷൻ ആണ്. ഇവര് വിചാരിച്ചു ശരിക്കുള്ള വിൻഡീസിൽ എന്തെങ്കിലും ഇവിടെ നിൽക്കുന്നതെന്ന്. ഇതാണ് കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഡൈവേർട്ട് ആയി പോകും ഓരോ സ്ഥലത്തൂടെ. പോ 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 കഴിഞ്ഞ ഒരു ഫുൾ ഡേ വേണം കേട്ടോ നിങ്ങൾക്ക് 3 സിയാം മോളും കൂടെ കാണണമെങ്കിലും എൻജോയ് ചെയ്യണമെങ്കിലൊക്കെ. എങ്ങനെ അവര് ആ ക്യാൻ വെച്ചാ ചെയ്തിരിക്കുന്നേ. ഓ നോക്കുന്നത് ക്യാനാ ഇത്. മാഡം ടുസാർട്സ് എൻട്രൻസ് തന്നെ ശരിക്കും ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ? ഭയങ്കര ലക്ഷറി രീതിയിലൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വയ്യാത്തവർക്ക് വീൽ ചെയർ ഒക്കെ കിട്ടും. നമ്മുടെ ഷോപ്പിൽ ഞാൻ ബേബി പ്രാം വെക്കാൻ പോവാണ്. ഒരു സർവീസ്, ആരും ചെയ്യാത്തൊരു സർവീസ് ആണത് കേട്ടാ. കുട്ടികളായിട്ട് വരുന്ന കുറെ പേരുണ്ട്, അവർക്കൊരു ഹെൽപ്പ് ആയിരിക്കും. ഇത് ഫണ്ണായിരിക്കും കേട്ടാ. പ്രിയ നമ്മളിവിടെ വന്നിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? വ്ലോഗൊന്നും ചെയ്തിട്ടില്ല പണ്ട്. ഒന്നും നമുക്ക് അറിയാത്തവരാണ്. എനിക്കൊന്ന് തായ് പ്രൈം മിനിസ്റ്റർ ഒക്കെ ആയിരിക്കും. തായ് കിങ്, തായ് പ്രൈം മിനിസ്റ്റർ. എന്താ ഒറിജിനൽ ആയിട്ടാണ്. അതാണ് ഇവിടെ മുടി വരെ ഒറിജിനൽ ആയിരിക്കും. ഇത് ഫാദർ ഓഫ് ഇന്തോനേഷ്യ. വേദു നിക്കുന്നു. മഹാത്മാഗാന്ധി പല്ല് തൊട്ട് നോക്കുന്ന ഒറിജിനൽ പല്ല. ആരുടെയൊക്കെ തുപ്പലുള്ള പല്ലായിരിക്കും അത്. എന്തോ ഒറിജിനാലിറ്റി അല്ലേ? അയ്യോ ഈ ലാഷസ് വരേണ്ടത്. മഹാത്മാഗാന്ധിയുടെ ക്യാപ്പ് എവിടെ? കണ്ടാ വേദു വെച്ചില്ലേ? മഹാത്മാഗാന്ധി, ഡയാന. ഇതാണ് പ്രിൻസസ് ഡയാന. ഫോട്ടോ എടുക്കും. ശരിക്കുള്ള ആളാന്ന് വിചാരിച്ചല്ലേ? എങ്ങനെ എടുക്കും? ഡയാനയുടെ കൂടെ പോസ് ചെയ്യാൻ പോന്നോ? ഓ ആരാ നോക്ക് വേദുവിനോട് നമസ്തേ പറയുന്നേ. പേടിച്ചു പോയാ. ഇത് നോക്ക് പറയാ. അയ്യോ നരേന്ദ്രമോദി ഇത്ര ഹൈറ്റേ ഉള്ളോ? ഇറ്റ് ലുക്സ് സോ റിയൽ. ഇറ്റ് ഈസ് സോ സ്കാരി. താടിയൊക്കെ ശരിക്കും അടുത്ത് പോകുമ്പോ ശരിക്കുള്ള ആളെ പോലെ താടി വരെ തൊട്ട് നോക്ക്. പേടിയാ. ദേശവാസിയോ ഇപ്പൊ അങ്ങനെ എന്നാ ശരിക്കും പ്രിയനെ ഗ്രീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ പ്രിയ. ശരിക്കും റിയൽ മോദിയുടെ കൂടെ ഫോട്ടോ എടുത്ത പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, അത് മാറി ചെയ്തോളാം കേട്ടല്ലോ. പ്രിയ ഒബാമ ഫാമിലി. ഓ എനിക്ക് ഒബാമയുടെ കൂടെ നിൽക്കണോ? ക്ലാസ് ചെയ്തോ? എന്തൊരു ക്ലാസ് ആൾക്കാരാ. കൊള്ളാം. ഇതെന്താണെന്നറിയോ? മറ്റേ സയൻസ്, ആർട്ട് അങ്ങനത്തെ സ്ഥലങ്ങളുടെ അങ്ങനത്തെ ആൾക്കാരെ വെച്ചിരിക്കുക പ്രോമിനൻസ് ആയിട്ടുള്ള. ഐൻസ്റ്റൈൻ. വരൂ, അതൊന്നും എടുക്കണ്ട. നമുക്ക് ആക്ച്വലി അത് എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പറയാം, ജാക്കറ്റ് ഇട്ട്. ഐൻസ്റ്റൈൻ്റെ കൂടെ മാർക്ക് സുക്കംബർഗ്. ഓ ഫേസ്ബുക്ക്. അത് കൊള്ളാല്ലേ? അത് ഇരിക്കുന്നൊക്കെ കാഷ്വൽ. ആ ഒരു ഇത് മുടി റിയൽ ആണോ? മുടി അതോ അത് വാക്സ് ആണോ? അല്ല ഇത് വിഗ്. എന്ത് ഒറിജിനൽ അല്ലേ? മുടി വരെ ഇംപ്ലാന്റ് വിഗ് അല്ല അത്. അൺബിലീവബിൾ നോ? ബെത്തോവൻ എന്ന് പറയുന്ന മ്യൂസിഷ്യനാ. ഒരു മ്യൂസിക് ആ മ്യൂസിക് തൊപ്പിട്ട് ഒരാള് ന്യൂ ബെത്തോവൻ. ഇത് പിയാനോ വായിക്കാൻ പോട്ടാ. ബോളേഴ്സിനോട് ഫുട്ബോൾ ജേഴ്സി ഇട്ട് എടുക്കാം. പ്രിയയുടെ ആള് റൊണാൾഡോനൊക്കെ മൈൻഡ് ചെയ്യാതെ പോയി കേട്ടാ പ്രിയോ. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ പ്രിയക്ക് മറ്റേ ഒരു ഇറ്റേണൽ ക്രഷ് ആണ് പ്രിയയുടെ പെക്ക്. ഓ കുറച്ച് ഓവറല്ലേ പ്രിയ? വേദു ടൈഗർ വുഡ്സിനെ ഒന്നും ഇടല്ല. ഒരാൾ എക്സൈറ്റഡ് ആയി, സുധീരേട്ട എക്സൈറ്റഡ് ആയി. ഇവിടെ ആരാന്നറിയോ? സച്ചിനും കോഹ്ലിയും. അമ്പോ ജേഴ്സി ഒക്കെ സ്പീഡിൽ ഇടുന്ന സ്പീഡ് നോക്ക്. അത് കൊള്ളാലോ.
വിരാട് കോഹ്ലി ആൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ. ഭയങ്കര ഒറിജിനാലിറ്റി. റെഡി നോക്ക, ആളെ നോക്ക്. അമ്മോ, അവരെ കൂടെ കളിക്കാൻ പറ്റിയ ഭാഗ്യം അല്ലേ? അതെ, നിങ്ങൾ എന്റെ ഭാര്യനെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഇത് 100 കിലോ മേരികോം അല്ല, ഇത് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്ത ഇന്തോനേഷ്യനാ. പക്ഷെ പ്രിയ ആ 100 കിലോ ഇപ്പൊ പൊക്കി ഇതുപോലെ പോസ് ചെയ്യുന്നതായിരിക്കും. പൊക്കി കാണിച്ചു കൊടുക്ക് പ്രിയ. നേരത്തെ പൊക്ക് പൊക്ക്, കമോൺ. ആ അപ്പുറത്തോട്ട് പൊക്ക്, അപ്പുറത്ത് പോ. ആ പൊക്കിക്കോ, പൊക്കി ഇതുപോലെ കാണിച്ചു കൊടുക്കും. 1 2 3. കമോൺ കമോൺ. ഇനി മുകളിലേക്ക്. പൊക്ക്. പറ്റുന്നില്ലേ? എല്ലാം പൊളിച്ചു കളഞ്ഞു ഒരാള്. കമാൻ വേദോ, വിട്ടോ. എല്ലാം പൊളിഞ്ഞു. ഓ മൈക്കിൾ ജാക്സനാ. അമ്പോ, എന്തൊരു എക്സൈറ്റഡ് ആ നോക്ക്. ഡാൻസ് ചെയ്യും മൈക്കിൾ ജാക്സനെ പോലെ. ആ തൊടണ്ട, ഡാൻസ് ചെയ്താ മതി. ആ കമാൻ. ഓ ഡാൻസ് ചെയ്യ. ഇതൊന്നല്ല ഡാൻസ്. ആ ഇതാണ് വേദു സ്റ്റെപ്പ്. ആ കാണിച്ചു കൊടുക്ക്. ഇതെന്താ? ഇതെന്താ? അതൊന്നും മൈക്കിൾ ജാക്സൺ ചെയ്യത്തൊന്നുമില്ല. ഓ ഇത് ഞാൻ പോപ്പ് ആർട്ടിസ്റ്റ് മൊത്തം. ലേഡി ഗാഗ, ഇത് മറ്റേ മൈക്കിൾ ജാക്സൺ, അങ്ങനത്തെ എല്ലാരും ഉണ്ട്. ജെനിഫർ ലോപ്പസും ബിയോൺസി ഒന്നും ഇല്ലല്ലോ. എന്താ പോയി നിക്കുന്നത്? പ്രിയക്ക് ഇങ്ങനെ ജിഗ ഡ്രസ് ഇടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അല്ലേ? ഈ വർഷം നടക്കും പ്രിയ. ഐ മീൻ അടുത്ത വർഷം അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോസ് ചെയ്യാൻ. ബിയോൺസെ, അതേ പോലെ ബിയോൺസെ ഇല്ലാതെ തായ്ലൻഡിൽ കളി കാണില്ല. ഭയങ്കര ഫാൻ ബേസ് ആണ്. വരുന്നോ പൊട്ടോ അത്. ഇതാരാ നോക്ക്, പ്രഭാസ്. ബാഹുബലി നോക്ക്, ബാഹുബലി. ഇത് സംഭവമാണ്. ഓ എന്ത് ലുക്കല്ലേ. ഇത് ആരാ ഇത്? ഓ വേദെന്തോ എടുക്കാൻ പോവാ. എന്തോ കണ്ടിട്ടുണ്ടോ അവനവിടെ? ഇതാരാ ഇത് നോക്ക്. ഓ ഷീൽഡ് ഉണ്ട്, ഷീൽഡ് എടുത്ത് പോസ് ചെയ്യ്. ഇത് വെപ്രളം മുഖത്തെ നോക്ക്. ഇതേ പ്രിയ കയ്യിൽ നോക്ക്. ആശാന്റെ ഒന്നും കൂടെ ദേഷ്യപ്പെട്. ചിരിക്കരുത്. ഓ ചിരിക്കരുത്, ദേഷ്യപ്പെട്. ചിരിക്കരുതെന്ന്. ആ ആംഗ്രി ആവ്. അവനും ചിരി വരുന്നത്, നമുക്കും ചിരി വരുന്നത്. ഇപ്പൊ അതാണ് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. കണ്ട? ഓ എന്തൊരു സ്നേഹം. ചിലപ്പോ രൺബീർ കപൂർ കാണും പ്രിയ. എന്തൊരു ഹാൻസമാ ശരിക്കും. എല്ലാരും ഭയങ്കര ഹാൻസമാ അല്ലേ? ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ നേരെ. ഫിഫ സ്പെഷ്യൽ സൈഡിൽ നോക്കാരാന്ന്. ഇനി രമ്യനെ കണ്ടില്ലാന്ന് വേണ്ട. ഇപ്പൊ എല്ലാം കൂടെ ഒടിഞ്ഞു വീഴും കേട്ടാ. ഇനി കണ്ടില്ലാന്ന് പറയണ്ട, നേരിട്ട് ഇങ്ങനെ എനിക്ക് നേരിട്ട് കാണുമ്പോഴും. കയ്യിലിരിപ്പ് എങ്ങനെയാന്ന് എനിക്കറിയില്ല. പക്ഷെ അടുത്ത വർഷം നമ്മൾ രണ്ടുപേരും പഴയ ഫോമിലേക്കായിട്ട് ഒന്ന് ഡാൻസ് വീഡിയോ ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും കേട്ടാ. അടുത്ത വർഷം എനിക്ക് ഡാൻസിങ് കൊതിയായിട്ട് വയ്യ. കൊള്ളാം, വാ മതി വാ. അമിതാഭ് ബച്ചൻ, ഷാറുഖ് ഖാൻ എല്ലാരും ഉണ്ട്. പെണ്ണുങ്ങൾ കണ്ട? പെണ്ണുങ്ങളിലെ കത്രീന മാത്രമേ ഉള്ളൂ ഇവിടെ.
അപ്പൊ അവിടെ അത്രയും ഫേമസ് കത്രീനയാ. ഐശ്വര്യ, കാജോൾ, ഹേമമാലിനി ആരും ഇല്ല. എവിടെ? ആ അതെ, അപ്പയുടെ ഫോട്ടോ എവിടെ വന്നാ? അമ്മ അപ്പയും കത്രീന കൈഫ് രണ്ടുപേരും നല്ല ഗ്ലാമർ ആണല്ലോ. ലക്കി ഡേ വേദു, ഒരെണ്ണം കിട്ടേണ്ട അടുത്ത് രണ്ടെണ്ണം വീണു. രക്ഷപ്പെട്ടു നമ്മള്. ഇത് വേദുവിന്റെ ദിവസമാണെന്ന് തോന്നുന്നു. അത് കളിച്ചിട്ടെ ഒരെണ്ണം വരേണ്ട അടുത്ത് രണ്ടെണ്ണം വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയണ്ടോ? ഓ ജിം ക്യാരി കാണിക്ക. ആരാണ് ഈ സുന്ദരിന്ന്? ഇപ്പൊ ഐസക് നമ്മുടെ സബ്സ്ക്രൈബർ ഒരു മെസ്സേജ് വിട്ടു, പ്രിയനെ കേൾപ്പിക്കാൻ പറഞ്ഞ്. ഇത്രയും സുന്ദരിയായിട്ട് വ്ളോഗ് തുടങ്ങിയ പിന്നെ കണ്ടിട്ടില്ലാന്ന്. ഐസക് ഇതിന്റെ അടി കമന്റ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് കോഫി കുടിക്കാം, ഫുഡ് കഴിക്കാം, ഡെസേർട്ട് കഴിക്കാം. ഇനി അങ്ങോട്ട് ഫുഡിങ് ടൈം 3 മണിക്കൂറുണ്ട്. ഈ തൗബിൻ എന്ന് പറയുന്ന ഒരു വെൻഡിങ് മെഷീൻ കാണുവേ, കിഡിലാണ്. കോഫി തൊട്ട് ബനാന മിൽക്ക് തൊട്ട് ഹോട്ട് ചോക്ലേറ്റ് തൊട്ട് കിഡ്സ് മെനു ആണെങ്കിൽ കിഡ്സ് മെനു, ടീ എല്ലാം കിട്ടും. നോട്ട് വെരി എക്സ്പെൻസീവ്. എല്ലാം ഒരു 100 റുപ്പീസിന് താഴെയാണ് എല്ലാ ഡ്രിങ്കും. ഇവിടെ ഇരുന്ന് കുടിക്കാനും സ്ഥലമുണ്ട്. ഞാൻ കുറച്ച് കോഫിയും ഹോട്ട് ചോക്ലേറ്റും എല്ലാം കൂടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. ഓക്കെ, നെതർലൻഡ്സിൽ നിന്നുള്ള കോഫി വരുന്നത് ആദ്യമായിട്ട് ഒരു മെഷീനിൽ ഹോട്ടും കോൾഡും ആയിട്ട് ഫ്രഷ് ആയിട്ട് ബിവറേജ് ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് കണ്ടിട്ട് ഇത് കൊള്ളാം. എല്ലാം നമുക്ക് ഐസ്ഡും ആയിട്ട് എടുക്കാം. അതുമാത്രമല്ല ഒരു 10-20 ഡ്രിങ്കിന്റെ വെറൈറ്റി ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഈ തൗബിൻ തായ്ലൻഡിൽ കണ്ടു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ്. ഞാൻ ഇപ്പൊ ടോക്കിയോ ബനാനയുടെ ഒരു കോൾഡ് ഡ്രിങ്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ടൈം കാണിക്കും. ഇത് നിങ്ങളുടെ ഒരു മെഷീനിൽ വന്നു കഴിഞ്ഞാൽ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കുറെ ലൊക്കേഷൻസ് കിട്ടും ഇവരുള്ളതൊക്കെ. ഭയങ്കര ടേസ്റ്റ് ആണ്, നല്ല ക്വാണ്ടിറ്റി ആണ്. സംഭവം അല്ലേ? ഇത് കണ്ടാ ഐസ് വരെ നിറച്ചാണ് ഇവര് ചോക്ലേറ്റ് ബനാന മിൽക്ക് തന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇരിക്കാനും സ്ഥലങ്ങളുണ്ട്. ഓഫ്, ഐ ലവ് ബാങ്കോക്ക്. ഓൾവേസ് 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 എൻ്റെ ഒരു ലവ് ആണ് ബാങ്കോക്ക്. എൻ്റെ ഇടയ്ക്ക് ഉപ്പേരി. ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? ഇത് കുടിച്ചു നോക്കാം ആദ്യമേ. ഇത് ജപ്പാൻ ഡ്രിങ്ക് ആണ്. കുറച്ച് ഒരു പരിഷ്കാരമൊക്കെ കാണും ഇതിന്. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ഒരു ജാപ്പനീസ് ടേസ്റ്റ് ഉള്ളവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. സൂപ്പർ അല്ലേ? ടോക്കിയോ ബനാന ചോക്ലേറ്റ് മിൽക്ക്. ബനാനയും ചോക്ലേറ്റും മിക്സ് ചെയ്ത ഫ്ലേവർ. ഇതിന് തന്നെ ഹോട്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുടിച്ചാൽ മതി മോള്. താങ്ക് യു പ്രിയ മോഹൻ. ഞാൻ ഒരു പുതിയ വാൻസിന്റെ കുറെ തപ്പി നടക്കുന്നുണ്ടായിരുന്നു. ഒരു ബൾക്കി ചങ്കി ഷൂസ് ആണ്, ഓൾഡ് സ്കൂൾ എന്ന് പറയുന്നത്. അത് ഒരെണ്ണം ഞാൻ ഇവിടെ കണ്ടിട്ട് എടുത്തിട്ടുണ്ട്. ഫുഡ് ലോക്കറിൽ കണ്ടു. ഓഫറൊന്നും ഇല്ലെങ്കിൽ പോലും സംഭവം നല്ല ലുക്കാണ്. കുറച്ച് ചങ്കി ഷൂസ് ആണ്. എനിക്ക് ചങ്കി ഷൂസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സ്റ്റൈലായിട്ടില്ലേ? ഏറ്റവും വലിയ ടാസ്ക് ഇവിടുത്തെ ഫുഡ് കോർട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ബ്രേക്ക് എന്താ വേണ്ടേ? പാട്ടായി പറയണോ? നൂഡിൽസ്. ആ പോർക്കും റൈസും അതൊന്നും കിട്ടില്ല. പ്രിയയുടെ ഫേവറേറ്റ് ആണ് ഈ പോർക്ക് നക്കിൾ വിത്ത് റൈസ്. ഇത് പോർക്ക് അവർ തൊടുന്നതും മെൽറ്റ് ആയിപ്പും. കണ്ട തൊട്ട കട്ടിയുന്നില്ല. ജസ്റ്റ് സ്പൂൺ വെച്ച് അവരത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കട്ടായി പോകും. അതും റൈസും അതിന്റെ ഗ്രേവി. ഇനി ഇതിന്റെ ഗ്രേവി കുറച്ചെടുത്ത് ഒഴിക്കും. എന്നിട്ട് മുട്ടയും ഇടും. മുട്ടയും ആ ഗ്രേവിയുടെ ഫ്ലേവർ മൊത്തം കാണും അകത്ത്. മുട്ടയും കട്ട് ചെയ്യുമ്പോൾ നോക്കി അകത്ത് കുറച്ച് ഡീപ്പ് യെല്ലോ ആയിരിക്കും. നോക്കിക്കോ, കണ്ട കുറച്ച് ഡീപ്പ് യെല്ലോ ആയിരിക്കും. കാരണം ആ ഗ്രേവി ആ മുട്ടയുടെ അകത്തും കയറിയിട്ടുണ്ട്. ഇത് പ്രിയയുടെ ഉള്ള മീൻ. പ്രിയ ഹാപ്പി ആവും. ഞാൻ ഗ്രേവി ഒഴിക്കുമ്പോൾ സെറ്റ് വെറൈറ്റി ആണ്. ഇത് ഫ്രൈഡ് ഡക്ക് ഉണ്ട്, ഡക്ക് വിത്ത് നൂഡിൽസ് ഉണ്ട്. എല്ലാം ഒരു 180-200 റേഞ്ചൊക്കെ ഉള്ളു കേട്ടോ. ഓംലെറ്റിനൊക്കെ ഇവിടെ സ്റ്റഫ്ഡ് ഓംലെറ്റ്. ഞാൻ സീ ഫുഡ് ഓംലെറ്റ് ഉണ്ട്. സ്റ്റഫ്ഡ് ഓംലെറ്റിനൊക്കെ ഒരു 75 റുപ്പീസ് ഒക്കെ ഉള്ളൂ. ഇത് ടിപ്സ് എനിക്ക് തായ്ലൻഡിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ടായി കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവരുടെ ഞാൻ ഷ്രിംപ് ഓയിൽ, ഷ്രിംപ്, പ്രോൺസ് എല്ലാം വിത്ത് എഗ്. അതായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഷ്രിംപ് ഓയിൽ, പ്രോൺസ് ആൻഡ് റാപ്ഡ് വിത്ത് എഗ്. അത് ഞാൻ എടുക്കാം. ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന എല്ലാവരും കണ്ടോ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഇരിക്കാന്ന് ഒരാൾ ഒരു കൂസലും ഇല്ലാതെ പോർക്കും മുട്ടയും റൈസും എല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ മുടിവെട്ടിയുടെ അഹങ്കാരമാണ്. ഇത് നോക്ക്, ക്രിസ്പി ഓംലെറ്റ് ആണ് വിത്ത് പ്രോൺസും സ്ക്വിഡും മസിൽസും കലമാറിയും. ഓ എന്തൊരു ആഘോഷം. അത് തന്നെ, വെയിറ്റ് ചെയ്യില്ല. നോക്കിയോ എങ്ങനെയുണ്ടോ? എല്ലാ സീ ഫുഡും ഞാൻ ടേസ്റ്റ് ഉണ്ട്. ഇത് എല്ലാം കൂടെ ഉള്ള ഒരു മിക്സഡ് ഓംലെറ്റ് ആണ്. ഓംലെറ്റിന്റെ മുകളിൽ സുധീരേട്ടൻ പോർക്ക് എടുത്തു. ചിലപ്പോൾ ബിരിയാണിയാണ്. എന്താ ചിലപ്പോൾ ഇവിടെ വന്ന് സെയിം ഇന്ത്യൻ ഫുഡ് കഴിക്കണേ. സുധീരേട്ടനൊക്കെ കണ്ട് നോക്ക്. സെയിം പപ്പി സെയിം ആട്ടാ. ഇത് ഇവിടുത്തെ ബെസ്റ്റ്
പാഡ് തായ് എന്ന് പറയുന്നതാണ്. ഇഷ്ടംമാതിരി ബ്രാഞ്ച് ഉണ്ട്. ഇതിൻ്റെ അകത്ത് പ്രോൺ ഓയിൽ വരെ ഇൻഫ്യൂസ്ഡ് ആണ്. ആൻഡ് 2 പീസ് ഓഫ് പ്രോൺസ് കിട്ടും. ഓംലെറ്റിൽ റാപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നോക്കട്ടെ, കളർ തന്നെ സൂപ്പർ. നോക്കട്ടെ, നൂഡിൽസ് മാത്രം നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ കുറച്ച് നട്ട്സും കൂടെ എടുക്കാം ഒരു ക്രിസ്പിനെസ്സിന്. മൈ ഗോഡ്, നല്ല മധുരമുണ്ട്. പഞ്ചസാരയുടെ ആവശ്യമില്ല. അതിൻ്റെ പ്രോൺസ് ഇപ്പോൾ ഫ്രഷ്. നൂഡിൽസ് ഭയങ്കര ബൗൺസിയാണ്. പ്രോൺസ് ഓയിൽ ഇട്ടതിൻ്റെ ഒരു ഫ്ലേവർ. നൂഡിൽസിന്റെ ടെക്സ്ചറിലാണ് ഈ മൊത്തം കളി ഇരിക്കുന്നത്. നിങ്ങൾ ഈ തായ് സമീപിലെ പാട്ട് ഒന്ന് ട്രൈ ചെയ്യുക. സ്വീറ്റർ ആണ്. സ്പൈസി വേണമെങ്കിൽ നമുക്ക് അവിടെ സൈഡിൽ മുളക് പൊടിയൊക്കെ അവിടെ കിട്ടും, അതിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. പക്ഷെ നട്ട്സും വേണേ. ഇതൊരു സംഭവമാണ്. എല്ലാ സംഭവമായിരുന്നു. ആ കാലിയായോ? മാംഗോ സ്റ്റിക്കി റൈസ് വേണ്ടേ? എന്തുപറ്റി? ആ അപ്പൊ ഐസ്ക്രീം വേണ്ടേ? എന്നാലും ആ എന്താ അങ്ങനെ പറ. ഈ ഡിസേർട്ട് ഹണ്ടിങ് ടൈമാണ്. ഡിസേർട്ട് സോഫ്റ്റ് ഡോണട്ട് ഒരുപാട് കഴിഞ്ഞു തുടങ്ങി കേട്ടാ. അടയ്ക്കും വേഗം എടുത്ത് എന്തെങ്കിലും. കുറെ ഓപ്ഷൻസ് ഉണ്ട്, നോക്കട്ടെ എന്തൊക്കെയാണ്. ഇതൊക്കെ ഡിസേർട്ട് സെക്ഷനാണ്. കേക്ക്സും കുറെ സംഭവങ്ങളുണ്ട്. പ്രെറ്റ്സൽസും ഒക്കെ എന്തോരം വെറൈറ്റിയാണ്. നമ്മൾ ശരിക്കും ഭ്രാന്തായി പോകും കേട്ടാ. ഇതൊക്കെ ഡിസേർട്ട് കൗണ്ടേഴ്സാണ്. ഒക്കെ നോക്കൂ, എല്ലാ കാര്യം. സാന്റാക്ലോസിന്റെ ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്ക്, മിൽക്ക് ചോക്ലേറ്റ് മൂസ് കേക്ക്. ഈ കേക്സിന്റെ ഒക്കെ ഭംഗി നോക്കിക്കേ. ഹമ്മിങ് ബേർഡ്, ലെമൺ റോസ്മെറി, റെഡ് വെൽവെറ്റ് ലുക്ക് സോ ഗുഡ്. ബ്രൗണി ചീസ് കേക്ക്, ക്യാരറ്റ് കേക്ക്, ചോക്ലേറ്റ് മിന്റ് അല്ല ചോക്ലേറ്റ് ചിപ്പ് മിന്റ്. ഗോഡ്, ഇത് എന്തൊരു ഭംഗിയാ. ഇത് കൊതി വരുന്ന മേരിയാൻ അന്തൂന്നായിരിക്കും കേട്ടോ. അവർ സ്ട്രോബെറി ജെല്ലിയുടെ ആൾക്കാരാണ്. ഇത് സ്ട്രോബെറി ജെല്ലി, അടിയിൽ പനക്കോട്ട. ഓ, ജെല്ലി എന്നൊക്കെ പറഞ്ഞ് ഇതാണ് സംഭവം. അത് ഈ ഫ്രഷ് സ്ട്രോബെറി വെച്ച് ഉണ്ടാക്കിയ ജെല്ലിയാ. അത് കഴിക്കണ്ട, ജെല്ലി കഴിക്കാതെ. ജെല്ലിയും പനക്കോട്ടയും മിക്സ് ചെയ്ത് കഴിക്കും. അകത്തോ സ്ട്രോബെറി. ഓ, സൂപ്പർ ഡേ, സൂപ്പർ എൻഡിങ്. എനിക്ക് ഇവിടുന്ന് മതി. ഇത് പാബ്ലോ എന്ന് പറഞ്ഞ ജപ്പാനിൽ പോയപ്പോൾ ഞാൻ ഒരു ക്യൂ നിന്ന് ഒസാക്കിനെ കണ്ട് കഴിച്ച ടാർട്ട് ഷോപ്പാണ്. അവരുടെ ചീസ് ടാർട്ട് ഇസ് അമേസിങ്. എല്ലാ ടാർട്ടും ഇസ് അമേസിങ്. ബട്ട് ഓബ്വിയസ്ലി ഞാൻ പോകുന്നത് ഇവരുടെ ന്യൂട്ടെല്ല ടാർട്ടിനായിരിക്കും. ടാർട്ട് ഷോപ്പിൽ ക്യൂ നിന്ന് കഴിച്ചു. ഇനി ഒരിക്കലും കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ, പക്ഷെ അത് ഇവിടെയുണ്ട്. പാബ്ലോ എന്ന് പറയുന്ന ടാർട്ടാണ്, ന്യൂട്ടെല്ല ടാർട്ട്. ഇത് 250 രൂപയാണ് ഒരു ടാർട്ടിന്. പക്ഷെ മക്കളെ, ഇതിന്റെ ചീസ് ടാർട്ടൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ന്യൂട്ടെല്ല ടാർട്ട് നോക്കട്ടെ. ഏകദേശം അതുപോലത്തെ ക്രിമിനൽ ടാർട്ടാണ്. മേളില് ന്യൂട്ടെല്ലയും അകത്ത് ചീസും. ബെസ്റ്റ് ടാർട്ട് യു ക്യാൻ ഹാവ് ഇൻ ദ വേൾഡ്. അപ്പൊ വേദു, ഇന്ന് അടിച്ചു പൊളിച്ചോ? ഹാപ്പി ആയാ? ഓക്കെ, അപ്പൊ നാളെ നമുക്ക് പോയിക്കടാ. അപ്പൊ നാളെ നമുക്ക് അടിച്ചു പൊളിക്കാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ.